வாழ்க்கை ஒரு வட்டம்டா. ഇങ്ക എ ഐ ഹ്യൂമൻ ആവാൻ, ഹ്യൂമൻ എ ഐ ആവാൻ എന്ന് പറയുന്ന പോലെയാണ്. വാഴക്കേര് വട്ടംഡ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് അന്വർത്ഥം രീതിയിലുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 2 വർഷം മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ എയുടെ ഈ ചാറ്റ് ജി പി ടി കാണുന്നു. ചാറ്റ് ജി പി ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു യൂസ് ചെയ്യാനായിട്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് ഉത്തരം പറയുന്നു. പിന്നെ കോഡക്സ് വരുന്നു, നമ്മൾ അത് യൂസ് ചെയ്ത് കോഡ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ക്ലൗഡ് വരുന്നു, ജെമിനി വരുന്നു, അവൻ വരുന്നു, ഇവൻ വരുന്നു, മൊത്തം ജാഗപോക. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്ന് അതൊരു വലിയൊരു ഓളം സൃഷ്ടിച്ചിട്ട് പോയി. ഏറ്റവും പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെൻഡേ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ഹ്യൂമൻ ബീയിങ്സിന് ഫിസിക്കലി ചെയ്യാനുള്ള ജോലികൾ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് എ തിരിച്ച് ഹ്യൂമൻ ബീയിങ്സിന് ജോലി അസൈൻ ചെയ്ത് തുടങ്ങി. നല്ല രസമല്ലേ? നമുക്ക് ആ വെബ്സൈറ്റ് ഒന്ന് നോക്കാം. ഇതാണ് റെൻഡേ ഹ്യൂമൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഞാൻ എങ്ങനെ അതിനെക്കുറിച്ച് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. സംബഡി അക്സെപ്റ്റഡ് ടാസ്ക് ടു stand outside holding a poster reading and A paid me to hold this sign and $100 ടെതറിൽ കിട്ടിയതാണ് അവർ പറയുന്നത്. സോ ഇത് കണ്ടിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചത്. എന്നിട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, റെൻഡേ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലൗഡ് ബേസ് ചെയ്തിട്ടുള്ള പല എ ഐ ടൂൾസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഈ ക്ലൗഡ് ബോട്ട്, അതുപോലെ അതിൻ്റെ തന്നെ പല ഓപ്പൺ സോഴ്സ് വേരിയേഷൻസായ ഓപ്പൺ ക്ലാസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ പല കാര്യങ്ങളും ഇറ്റ്സ് ഗെറ്റിംഗ് വെരി സ്മാർട്ടർ നൗ ഡേയ്സ്. സോ ഓൺലൈനിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ബോട്ട് ചെയ്യും. സോ കൺസിഡർ ഇഫ് ഒരു ആമസോണിലൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ആമസോണിൻ്റെ ഓർഡർ വന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു യൂഷ്വലി യു എസിൽ അങ്ങനെയാണ്. ഇവിടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്യുന്നതിനേക്കാളും പലരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോസ്റ്റ് ബോക്സിലോ അല്ലെങ്കിൽ UPS ഡെലിവറി പ്ലേസസിലോ വന്നിട്ട് അവർ ഡെലിവറി ചെയ്യാൻ പറയും. എന്നിട്ട് ഈ ആൾ നേരിട്ട് പോയി ഈ ഒരു പിൻ നമ്പർ പറഞ്ഞ് അത് മേടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ പോയി അത് കളക്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ള തുടങ്ങിയിട്ടുള്ള മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ എ ഐ ടൂൾസ് വന്നിട്ട് ഈ റെൻഡേ ഹ്യൂമൻ .ai MCP യൂസ് ചെയ്ത് ഇവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവൈലബിൾ ഹ്യൂമൻസ്, ആ വിസിനിറ്റിയിലുള്ള ഹ്യൂമൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ളവരും അതിൽ ഈ പറയുന്ന റേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നവരുമായിട്ടുള്ള ആൾക്കാരെ അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർക്ക് എന്താണോ ക്രെഡൻഷ്യൽസ് വേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UPSൽ പോയി ആമസോണിൻ്റെ പിക്കപ്പ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ പിക്കപ്പിനുള്ള പിൻകോഡ് എന്താണോ അത് അയാൾക്ക് അയച്ചു കൊടുക്കും. സോ അയാൾ പോയി അത് കംപ്ലീറ്റ് ചെയ്ത്, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി സ്റ്റേബിൾ കോയിൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഫിയറ്റ് യൂസ് ചെയ്യുന്നില്ല, ഓൺലി സ്റ്റേബിൾ കോയിൻസ്. അതാണ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത് വന്നിട്ട് ഇറ്റ് വാസ് ലൈക്ക് $100 USDC ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ ഇതാണ് ഈ റെൻഡേ ഹ്യൂമൻ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഫ്ലിപ്പിംഗ് ദ ഹോൾ സ്റ്റോറി അഗൻസ്റ്റ് വാട്ട് വി ഹാവ് ബിൻ യൂസ് ടു. നമ്മൾ AI യൂസ് ചെയ്യുന്നത് ഒരു സൈഡ്, പക്ഷേ AI ടൂൾസ് വന്നിട്ട് ഈ റെൻഡേ ഹ്യൂമൻ .ai MCPs യൂസ് ചെയ്തിട്ട് റിയൽ പേഴ്സൺസിനെ ഹയർ ചെയ്ത് ഹ്യൂമൻസിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നിങ്ങളുടെ തോട്ട്സ് ഇവിടെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഐ വിൽ ട്രൈ ടു കീപ് ഇറ്റ് ആസ് എൻഗേജിങ് ആസ് പോസിബിൾ ആൻഡ് ഇൻ എ കൺസ്ട്രക്റ്റീവ് വേ.